വോളിയം ഒന്ന് കൂട്ടിയേ. ഫൈനലി എത്തി. എനിക്കാണെങ്കിൽ പേടിയാവുന്നു. हुआ जो दर्द भी तो हमको आज कुछ ज्यादा हुआ. इश्क वाला लव, ये क्या हुआ है क्या खबर यही पता है ज्यादा हुआ. इश्क वाला लव, अगर ये उसको भी हुआ है फिर भी मुझको ज्यादा हुआ. इश्क वाला लव. എന്തിന്? അല്ല, സീനിയർ ചേച്ചിയൊക്കെ പറഞ്ഞത് ഇവിടെ ഒരുപാട് റാഗിങ് ഉണ്ടെന്നല്ലേ. എനിക്ക് അതുകൊണ്ട് ഒരുമാതിരി. എന്തോന്നൊരുമാതിരി? അതിനല്ലേ ഞാൻ നിന്റെ കൂടെ ഉള്ളേ. ഞാനുള്ളപ്പോ നീ പേടിക്കണ്ട മോളെ. ആദ്യ, സത്യം പറയാലോ, നീ ഉള്ളത് എന്റെ ഏറ്റവും വലിയ പേടി. നീ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാത്തിനും കയറി ഇടപെടും. ഓഹോ, അപ്പൊ അങ്ങനെയായല്ലേ. കൊള്ളാടി, കൊള്ളാം. എടി സത്യം, ചില നേരത്തെ എന്റെ സ്വഭാവം ഒരുമാതിരി കെണ്ടാണം പിടിച്ച പിള്ളേരെ പോലെയാണ്. മതി മതി, എനിക്ക് ക്ലാസ് എടുത്തത്, വാ പോവാം. അല്ല, നീ എവിടെയാന്നും പറഞ്ഞാ പോകുന്നേ? നിനക്ക് സുവോളജി ബോട്ടണി ക്ലാസ് അറിയോ? ഇല്ല. ഒരു കാര്യം ചെയ്യാം, നീ ആ സൈഡ് നോക്ക്, ഞാൻ ഈ സൈഡ് നോക്കാം. ക്ലാസ് കണ്ട ഫോൺ വിളിച്ചാ പോരെ? അത് നല്ല ഐഡിയ. ഓക്കെ, ചെല്ല. ഇത്രയും വലിയ ബിൽഡിംഗിൽ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? ഇവർക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് ഏത് ഏരിയയിലാണെന്ന് ബോർഡ് വെച്ചൂടെ? മനുഷ്യന്റെ അടപ്പളവി. എക്സ്ക്യൂസ് മീ. ഹലോ, ഈ സുവോളജി ഡിപ്പാർട്ട്മെന്റ് എവിടാണെന്ന് അറിയോ? എടോ, ഞാനും ബോട്ടണി തപ്പി തന്നെയാ നടക്കുന്നേ. ആണോ? എങ്കിൽ വാ, നമുക്കിനി ഒന്നിച്ച് തപ്പാം. ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് ഇവിടാ, അപ്പം സുവോളജി അപ്പുറത്തെ ബ്ലോക്കിലായിരിക്കും. വാ, നമുക്ക് അപ്പുറത്തോട്ട് പോവാം. അതിഥി ഇവിടെ. ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് ഡി ബ്ലോക്കിലാ, നീ അങ്ങോട്ട് ചെല്ല്. സുവോളജി അവിടെ ഇല്ല, സുവോളജി ഇപ്പുറത്തെ ബ്ലോക്കിലായിരിക്കും. എടി, സുവോളജി ഇപ്പുറത്തെ സൈഡാ, ബി ബ്ലോക്കിലാ, 2ാമത്തെ ക്ലാസ്. അങ്ങോട്ട് ചെല്ല്. ഓക്കെ. പിന്നെ അതിഥി, ഇതെന്റെ പുതിയ ഫ്രണ്ടാ ഇഷ. ഞങ്ങൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാ. ഹലോ ഇഷ. പിന്നെ ആദ്യ, ഇത് ഗൗരി, ബോട്ടണി തപ്പി പോയപ്പോ കിട്ടിയതാ. ഹലോ. ഹലോ ഗൗരി. നമുക്ക് എന്തായാലും ഇനി ഇന്റർവെല്ലിന് കാണാം. ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യ ചെല്ല്, ബൈ. നീ എവിടെ പോയിരുന്നു ഉഷ? എന്താ പുറത്ത് ഭയങ്കര ബഹളം? ആദ്യ, പുറത്ത് 2 സീനിയേഴ്സ് തമ്മിൽ പൊരിഞ്ഞടി. നമ്മുടെ ഗൗരി അതിഥി അവിടെ നിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്ത് കാണാൻ? അടി കാണാനോ? പിന്നല്ലാതെ, ഞാനിങ്ങനെ തടിയൊന്നും കണ്ടിട്ടില്ല. വാടി, നമുക്കൊന്ന് പോവാം. ഈശ, ഇത് ചില്ലറ പ്രശ്നമൊന്നും അല്ല. വാ പോവാം. എന്താ ഇവിടെ ഇത്ര ആൾക്കൂട്ടം? മാറിയേ മാറിയേ. ഇടാ ഇടാ, ഇവിടെ പിടിച്ച് മാറ്റ്. ഇടാ, നിർത്തടാ. നിങ്ങളിത് എന്തോന്നാ? നിർത്ത്. I said stop it. ആദിനാഥ് ആൻഡ് ഗോവിന്ദ്, come to my office. Ma'am. ഇവനാണ് ആദിനാഥ്, നമ്മുടെ മാത്സ് പ്രൊഫസറിന്റെ ഒരേ ഒരു പുത്രൻ, തങ്കപ്പെട്ട പുത്രൻ. May I come in, ma'am? ഇവൻ ഗോവിന്ദ്, ഇവനും തങ്കപ്പെട്ടതാ. പക്ഷെ ചെറിയൊരു വ്യത്യാസം, മാത്സ് അല്ല, കെമിസ്ട്രി പ്രൊഫസറിന്റെ മോനാ. വാ 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 വാ. ആദിനാഥ്, ഗോവിന്ദ്, ശിവൻ, വിഷ്ണു. ദൈവത്തിന്റെ പേരും രാക്ഷസന്മാരെ സ്വഭാവം. നിനക്കെന്താടാ പ്രശ്നം? അല്ല, നിനക്കെന്താ പ്രശ്നം? നിങ്ങൾക്ക് 2 പേർക്കും എന്താ പ്രശ്നം? കുറച്ചെങ്കിലും ബോധം ഉണ്ടാടാ നിനക്ക്? കുറച്ച് ഉളുപ്പുണ്ടോ? നിങ്ങളുടെയൊക്കെ അമ്മമാർ ഇവിടുത്തെ റെപ്യൂട്ടഡ് ടീച്ചേഴ്സാണ്.
അവരെ കുറിച്ച് ഓർത്തെങ്കിലും കുറച്ചെങ്കിലും മര്യാദ കാണിച്ചൂടെ? കൊച്ചു പിള്ളേരെ കണക്ക് രാവിലെ വന്ന് രണ്ടും എന്നും വഴക്കാണ്, എന്നും. അല്ല, ഇന്നത്തെ പ്രശ്നത്തിന് കാരണം എന്തായിരുന്നു? മാം, എ ബ്ലോക്കിലുള്ള ഇവൻ ഇന്നലെ ഞങ്ങളുടെ സി ബ്ലോക്കിൽ വന്ന് ഞങ്ങളുടെ ജൂനിയറിനെ റാഗ് ചെയ്തേക്കുന്നു. ആണോ ഗോവിന്ദ്? അല്ല മാം, സി ബ്ലോക്കിലുള്ള ഇവൻ എന്തിനാ എ ബ്ലോക്കിലുള്ള ഞങ്ങളുടെ ജൂനിയറിനെ വന്ന് റാഗ് ചെയ്തേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കോളേജിന്റെ പ്രിൻസിപ്പാൾ ഞാനാണോ അതോ നിങ്ങളാണോ? അതിപ്പോ മാം അല്ലേ? ആണല്ലോ. നിന്റെയൊക്കെ ഓരോ കോപ്രായത്തിനും വളമച്ച് കൊടുക്കുന്ന ഞാനാ. എന്നെ തന്നെ പറയണം. കോളേജ് ലൈഫല്ലേ, എൻജോയ് ചെയ്തോട്ടെ. റാഗിങ് അല്ലെങ്കിലും സംസാരിക്കോ, ഒരു പാട്ട് പഠിപ്പിക്കോ, ഓക്കെ, അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചപ്പോഴേ രണ്ടും കൂടെ അതിന്റെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കുന്നു. മാം, ഞാനതൊരു തമാശക്ക് തുടങ്ങിയതായിരുന്നു. ആ, തമാശേണ്ടതാ രണ്ടും ഇപ്പൊ ഇവിടെ നിൽക്കുന്നേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു വാണിംഗ് കൂടെ ഞാൻ തരും. ഇതെപ്പോഴും പറയുന്ന പോലെ ആയിരിക്കില്ല. ഗോവിന്ദനും ആദിനാഥിനും ഇവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വന്ന് പഠിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കാം. മനസ്സിലായല്ലോ? നിങ്ങളുടെ പാരന്റ്സിനെ ഞാൻ കാണുന്നുണ്ട്. ഗെറ്റ് ഔട്ട്. എന്താ പറഞ്ഞേ? ഹലോ ആദിനാഥ്, ഇനി റാഗിങ് എന്ന് പറഞ്ഞ് നിന്നെ ഞങ്ങളുടെ ബ്ലോക്കിലേക്ക് കണ്ട നീ ഒലത്തും. ഒന്ന് പോടാ. മതി, നീ ഇങ്ങോട്ട് വന്നേ. അതിഥി മാറ് മാറ്, എന്താ അവർ ഇങ്ങോട്ടേക്കാ വരുന്നേ? അതിഥി മാറ്. എന്താ? മാറി നിക്കടി. സോറി. നീ എങ്ങോട്ടാ പോകുന്നേ? വേറെ എവിടെ പോവാനാ? ഗോവിന്ദനെ കാണാൻ. അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. ആദി, ഇപ്പൊ ഒരു പ്രശ്നം കഴിഞ്ഞതേ ഉള്ളൂ. നീ ഇനി ഒരു പ്രശ്നത്തിന് പോയാ സത്യമായിട്ട് ഞാൻ ഇടിച്ച് നിന്നെ മുലക്കിരുത്തും. വേണോ? എടാ, നീയും കണ്ടതല്ലേ ഇറങ്ങിയപ്പോൾ അവന്റെ ഷോ. എടാ പോട്ടെ, ഇനി ഒരു പ്രശ്നത്തിന് പോണ്ടടാ. മാം തന്നെ ലാസ്റ്റ് വാണിംഗാ തന്നത് നിനക്ക്. നീ വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. എന്തൊരു ഫയർ ആയിരുന്നു രണ്ടുപേരും. അടിപൊളിയായിരുന്നല്ലേ? ഇതാ നിനക്ക് എന്താടി? വാ ക്ലാസ്സിൽ പോവാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു കോളേജിലെ ഫസ്റ്റ് ഡേ? ഓ, വലിയ മെച്ചമൊന്നുമില്ല. കോളേജ് പുറത്തുനിന്ന് കണ്ടപ്പോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അകത്തോട്ട് കയറിയപ്പോ ഈ പറഞ്ഞ രസമൊന്നുമില്ല. പക്ഷെ എനിക്കിഷ്ടപ്പെട്ട്. അല്ല, കോളേജ് എനിക്കിഷ്ടപ്പെട്ട്. എന്റെ ക്ലാസ് ഒക്കെ അടിപൊളിയാ. അതിഥി, എനിക്കൊന്ന് ടോയ്ലറ്റ് പോകണം. പീരിയഡ്സ് ആയോന്നൊരു ഡൗട്ട്. നീ എൻ്റെ കൂടെ വരോ? ആണോ? ഞാൻ വരാടി. ആദ്യ, നീ ക്ലാസ്സിലേക്കല്ലേ പോകുന്നേ? ഞങ്ങൾ ടോയ്ലറ്റിൽ പോവാം. ടോയ്ലറ്റിൽ പോയിട്ട് ഞങ്ങൾ നേരെ ക്ലാസ്സിൽ പൊയ്ക്കോളാം. ആണോ? ബൈ. ഉച്ചയ്ക്കാണ്. എടാ, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. എടാ, പുതിയ കൊച്ചുങ്ങളൊക്കെ വരുന്നല്ലേ, നമുക്കൊന്ന് നോക്കാം. എന്ത് നോക്കാൻ? നിനക്ക് ഇന്നലെ ഒന്ന് കിട്ടിയത് പോരെടാ. ഇന്ന് വരില്ലേ? ഓക്കെ. എടാ, ഈ പെണ്ണല്ലേടാ ഇന്നലെ എന്റെ മുന്നേ വടി കണക്ക് വന്നു നിന്നേ. എനിക്കറിയാൻ വയ്യ, ആണെന്ന് തോന്നണം. തോന്നലല്ല മോനെ, അതവള് തന്നെ. ഡി, ഇങ്ങ് വന്നേ. നീ അല്ലേടി ഇന്നലെ എന്റെ മുന്നേ ഒരു ബോധവും ഇല്ലാതെ വന്ന് നിന്നേ? ഞാനൊന്നുമല്ല. അയ്യോ പാവം, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇയാൾക്ക് എന്താ വട്ടാണോ? വട്ട് നിന്റെ കൊച്ചാപ്പന്. മര്യാദയ്ക്ക് സംസാരിക്കണം എൻ്റെ അടുത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ മ്യൂസിക് ക്ലബിൽ നിൽക്കാൻ ഇഷ്ടമേ അല്ല. പിന്നെ പാട്ടൊക്കെ പാടിപ്പോ കുറച്ച് പെൺപിള്ളേരെ നോക്കുമല്ലോ എന്നുള്ളതിലാ ഞാൻ നിൽക്കുന്നേ. ഓ എന്റെ കാട്ടുകോഴി, ഇതൊക്കെയല്ലേ മോനെ ഒരു ഫൺ. തന്നെ തന്നെ. ഇവന്മാരിന്നും തുടങ്ങിയ പണി. ആര്? എന്ത് പണി? പെണ്ണുങ്ങളെ നോക്കുന്ന സമയത്ത് വല്ലപ്പോഴും ആണുങ്ങളുടെ മുഖത്ത് കൂടി ഒന്ന് നോക്കണം. ഇതോ അങ്ങോട്ട് നോക്ക്, ഗോവിന്ദ് വെച്ച് ഒരു പെണ്ണിനെ റാഗി ചെയ്യുന്നു. എവിടെ? നീ വന്നേ. എന്തിന്? എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ സീനാണ് മോനെ. നീ വന്നേ ഇങ്ങോട്ട്. ചെന്ന് കേറിക്കൊടു. ഡി 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 അടങ്ങടി. എക്സ്ക്യൂസ് മീ.
എന്താ ഇവിടെ പ്രശ്നം? അല്ല, എന്താ കുട്ടി പ്രശ്നം? പല പ്രശ്നങ്ങളും കാണും, അതൊക്കെ തന്നോട് ബോധിപ്പിക്കണം. കുട്ടി, ഞാൻ സീനിയറാണ്. അയിന് ഒന്നുമില്ല, ഈ കാര്യം അളിഞ്ഞല്ലേ, നാണം കെട്ടളിയാ. പെണ്ണ നാണം കെടുത്തി. അപ്പോഴേ പറഞ്ഞതാ പോണ്ടാന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ, പോട്ടെ. അല്ല, അവന്റെ അമ്മയല്ലേ വരുന്നേ? നിനക്കുള്ള പണി വരുന്നുണ്ട് മോനെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നിന്റെ ഒരു പ്രശ്നം തീർന്നോ? ഓ, ഞാനെപ്പോഴേ നന്നായി. പക്ഷേ ഗോവിന്ദൻ എന്താ? അല്ല മാം, ഗോവിന്ദ് ഇതോ ഒരു സ്റ്റുഡന്റിനെ റാഗ് ചെയ്യുന്നുണ്ട്. ഇനി അവന്റെ ഫ്രണ്ടാണോന്നറിയില്ല. ഇവനെ ഇന്ന് ഞാൻ ഇപ്പൊ കിട്ടും. നീ സോറി പറഞ്ഞിട്ട് പോയാ മതി. പറ്റില്ല. നീ പറയും. ഗോവിന്ദ് എന്താ? അല്ല മാം. എന്താ ഇവിടെ? മാം, ഇയാള് കുറെ നേരമായിട്ട് എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്റെ ക്ലാസ്സിൽ പോകാൻ സമ്മതിക്കുന്നില്ല. കുട്ടി ക്ലാസ്സിലേക്ക് വെക്കൂ. നിനക്ക് ലേശം ഉളുപ്പുണ്ടോ ഗോവിന്ദ്? നിനക്കൊന്ന് കിട്ടിയത് പോരെ? പ്രിൻസിപ്പാൾ ലാസ്റ്റ് വാണിങ്ങാ തന്നേക്കുന്നത്. ഇനി ഇമാതിരി പരിപാടി കാണിച്ച വീട്ടിൽ നിന്ന് നീ ഔട്ടാവും. അജയ്, നിനക്കും ഇത് ബാധകമാണ്. ഞാനൊന്ന് സുജയെ വിളിക്കുന്നുണ്ട്. നിന്റെ അമ്മയ്ക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ? ആ വീട്ടിൽ ഇരിക്കുന്നത് ഇതിനെക്കാലം കഷ്ടമാണ്. എന്നെ കാത്തോണ ഈശ്വര. ആ മാങ്ങാണ്ടി ആദ്യം തന്ന പണിയാ ഞാൻ കൊടുക്കുന്നുണ്ടവന്. എന്റെ പൊന്നു പൊട്ടാ, നിന്റെ തലക്കകത്തൊന്നും ഇല്ലേ? ഇനി ഒരു പ്രശ്നത്തിനും പോണ്ട. അവൻ നിന്റെ മുന്നിൽ നാണം കിട്ടു. നൈസിന് അവൻ നിന്നെ നാണം കിട്ടി. ഈക്വൽ, അത് മതി. നീ പാഡ് എടുത്തത് എന്തായാലും നന്നായി, ഇല്ലെങ്കിൽ നമ്മൾ വലഞ്ഞു പോയേനെ. ശരിയാ, എനിക്ക് ഇന്നലെ സംശയം ഉണ്ടായിരുന്നേ, അതാ പിന്നെ എടുത്ത് വെച്ചേ. ആ ക്ലാസ്സിൽ പോവാ. ഓഹോ, ഇവിടെ നിൽക്കായിരുന്നല്ലേ. എന്നെ നാണം കെടുത്തിയിട്ട് അങ്ങനെ മുങ്ങാന്ന് വിചാരിക്കണ്ടടി നീ. നീ ക്ലാസ്സിൽ പൊയ്ക്കോ, ഞാൻ വന്നോളാം. എവിടെ പോണു? അതൊക്കെ ഉണ്ട്, നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ഹലോ. എന്നെ എന്റെ മമ്മിയുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിരങ്ങ് എസ്കേപ്പ് ആവാന്ന് വിചാരിച്ചില്ലേടി? ഞാനോ? എപ്പോ? ചേട്ടാ, ഞാനായിരിക്കില്ല. നീയല്ല, നിന്റെ കൊച്ചാപ്പ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ചേട്ടാ, സത്യമായിട്ട് ഞാനല്ല. അയ്യോ, ഇത്ര പാവത്തോടെ സംസാരിക്കല്ലേ. നിന്റെ ഫയറൊക്കെ അണഞ്ഞു പോയോ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നേരത്തെ നീ സംസാരിച്ചേ. നേരത്തെയോ? എപ്പോ? ആദ്യം കണ്ടെന്ന് തോന്നുന്നു. ചേട്ടാ, അത് ഞാനല്ല. മതി. നീ കൂടുതലൊന്നും പണയണ്ട. നിന്നെ ഞാൻ എടുത്തോളാം. ടൈം ആവട്ടെ. ക്ലാസ്സിൽ പോ. എന്താണ് പ്രശ്നം? എടി, ഈ ചേട്ടൻ ആദ്യയുടെ മുന്നിൽ പോയി പെട്ടെന്നാ എനിക്ക് തോന്നുന്നത്. ആദ്യയുടെ ഒന്ന് കണക്കിന് കിട്ടിക്കാണും. ഞാൻ അവളാന്ന് വിചാരിച്ചാ എന്റെ അടുത്തോട്ട് വന്നേ. അതിന്റെ ബാക്കിയായിപ്പോ ഇവിടെ നടന്നേ. കൊള്ളാം. അപ്പം നിങ്ങൾ ട്വിൻസ് ആണെന്ന് അറിയുന്നത് വരെ നിനക്ക് ഇനിയും പണി കിട്ടിക്കൊണ്ടിരിക്കും മോളെ. എന്റെ പൊന്നളിയാ, ഇവളുമാരി ക്യാൻറ്റീനിൽ വന്നപ്പോ തൊട്ട് ആദ്യം വായി നോക്കാൻ തുടങ്ങിയതാണല്ലേ. ഇവൻ ഒടുക്കത്തെ ഗേൾ ഫാൻസാ. ആര് പറഞ്ഞു? നമ്മുടെ ചെക്കനും ഉണ്ട് ഗേൾ ഫാൻസ്. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് അജയ്. ഈ ക്യാൻറ്റീനിലുള്ള 10-മുക്കാല് പെമ്പിള്ളേരും ആദ്യം വായി നോക്കിയായിരിക്കുന്നേ. ആരെങ്കിലും ഒരാള് ഇവന്റെ മുഖത്ത് നോക്കുന്നുണ്ടോ? അതിന് എന്നെ ആരും നോക്കണ്ട. എന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പെമ്പിള്ളേർ നോക്കുന്നതെന്ന് എനിക്കിഷ്ടമല്ല. ആ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞോനെ പോടാ. എടാ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇവിടെയുള്ള എല്ലാ പെമ്പിള്ളേരും ആദ്യം നോക്കി വെള്ളം ഇറക്കിയിരിക്കുക. അതിന് ഞാൻ അവനെ പോലെ കോഴിയൊന്നുമല്ല. എന്നെ ആരും നോക്കാൻ വേണ്ട, ഞാൻ ആരെ നോക്കാനും പോകുന്നില്ല. വേണ്ട. എന്റെ അളിയാ, നിന്റെ എന്ത് കണ്ടിട്ടാടാ ഇവളുമാരിങ്ങനെ വായം തുറന്നിരിക്കുന്ന? എന്ത് ചെയ്യാനാടാ, എല്ലാവർക്കും എന്നെ മതി. ഞാൻ വെറുതെയാണോ മ്യൂസിക് ക്ലബിൽ ചേർന്നത്? പാട്ടൊക്കെ പെമ്പിള്ളേരുടെ വീക്ക്നെസ് ആടാ. അവരതിനെപ്പറ്റി പറയുമ്പോഴും എന്നെ നോക്കുമ്പോഴും പറയുമ്പോഴൊക്കെ ഒരു സുഖം. അജയ്, നീ വാർത്തയൊക്കെ വായിക്കുന്നുണ്ടോ? ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാടാ നടക്കുന്നേ?
തിരുവനന്തപുരം MG കോളേജിൽ കോഴികളുടെ വിളയാട്ടം. ഈ കോഴിക്കൊക്കെ കൂട്ടിക്കിടന്നാ പോരെ. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല. ഈ മെഡിക്കൽ സയൻസ് എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഇമാതിരി കീടമസുഖങ്ങൾക്കൊന്നും മരുന്നില്ലല്ലേ. ഓ, ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങി. ചന്തച്ചായില്ലേ? പോടാ പട്ടി, നീ പോടാ കണ്ടി. മതിയടാ ആദി, വാ പോവാം. അങ്ങനെയല്ല വേണം, ഞാൻ ഇന്നലെ നിന്റെ അടുത്തത് പറഞ്ഞതല്ലായിരുന്ന. അപ്പൊ നീ എന്താ പറഞ്ഞേ? ഊക്കടി ഊക്കി കൊല്ല്, എന്നെ അങ്ങ് കൊല്ല് നീ. ഇല്ല ഇല്ല, മോള് വാ, ചേച്ചി ഒരു പപ്സ് മേടിച്ചു തരാം. എന്താണ്? എന്ത്? അല്ല, ചിലവര് കുറച്ചു നേരം മുന്നേ ഭയങ്കര ഡയലോഗ് അടിച്ചായിരുന്നു. എന്നെ ആരും നോക്കണ്ട, ഞാൻ ആരും നോക്കത്തില്ല, ഞാൻ അവനെ പോലെ കോഴിയല്ല. എന്നിട്ട് മൃംഗസ്യ വായം തുറന്ന് അവളെ നോക്കി ഇങ്ങനെ വേദം പറഞ്ഞിരിക്കുന്നു. നാണം ഉണ്ടാടാ. നിന്റെ നോട്ടത്തെ അവള് പ്രസവിക്കും. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഒരാള് ക്യാൻറ്റീനിലോട്ട് കയറി വരുമ്പോ നമ്മൾ ആരായാലും നോക്കത്തില്ലേ? അങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ പിന്നെ നോക്കിയിരിക്കാൻ അവളാര്? രംഭയോ ഉർവശിയോ? മുമ്പത്തെ കണക്കല്ലാത്തൊരിളക്കം ഇവിടെ കാണുമ്പോ നിനക്കുണ്ട്. നിനക്ക് മാത്രമല്ല, അവൾക്കും ഉണ്ട് കുറച്ച് ഇളക്കം. അങ്ങോട്ട് നോക്കിയേ. കോവി, ഞാനറിയാതെ അടി കൂടെ ലൈൻ വലിക്കാനാണ് രണ്ടിന്റെയും പ്ലാനെങ്കിൽ നടക്കൂല. ഞാൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അറിയുന്ന സമയത്ത് നിന്റെ മമ്മിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും. അതിനെന്തോ ലൈൻ വലിക്കാൻ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. നീ ഒന്ന് ചുമ്മാതിരുന്നേ. നീ വാ, നമുക്ക് പോവാം, കാണാം. ഹലോ കുട്ടാ, മിണ്ടരുത് നീ. ഇന്നലെ രാത്രി വിളിച്ചപ്പോ പോലും നീ വരൂലെന്ന് പറഞ്ഞില്ലല്ലോ. സോറിടി, ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്നല്ലേ അവരൊക്കെ വീട്ടിലേക്ക് വന്നേ. അത് നീ വിട്. ഇന്ന് കോളേജിൽ എന്തൊക്കെയായിരുന്നു വിശേഷങ്ങള്? എന്തോന്ന് വിശേഷം പ്രത്യേകിച്ച്? ആ, നിന്റെ സൂപ്പർ ഹീറോസില്ലേ, അതിലൊരാളെന്ന് തന്നെ റാങ്ക് ചെയ്തായിരുന്നു. ഷേ, ആര്? ആദ്യ ചേട്ടനോ അത് ഗോവിന്ദേട്ടനോ? ഡേയ്, നിനക്ക് അവരുടെ പേരെങ്ങനെ കിട്ടി? അതൊന്ന് പ്രിൻസിപ്പാൾ വിളിച്ചപ്പോ കേട്ടതാ. അത് നീ വിട്. നീ എന്താ പറഞ്ഞ? നിന്നെ എങ്ങനെയാ റാങ്ക് ചെയ്തെന്ന് പറ. കൊള്ളാം, അതൊക്കെ ഓർത്ത് വെച്ചേക്കാണ്. അന്ന് പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം വഴക്കുണ്ടാക്കിയൊരു ചേട്ടൻ പോയില്ലേ, അങ്ങേരെ എന്നെ റാങ്ക് ചെയ്തേ. അങ്ങേർക്ക് നല്ലത് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നിന്റെ മറ്റേ സൂപ്പർ ഹീറോ വന്ന് പട്ടി ഷോ കാണിച്ചു. അങ്ങേർക്കും കൊടുത്തിട്ടുണ്ട്. ഷേ, അപ്പൊ ഗോവിന്ദേട്ടനാ നിന്നെ റാങ്ക് ചെയ്തേ. നിന്റെ അടുത്ത് സംസാരിക്കാൻ പിന്നെ വന്നത് ആദിച്ചേട്ടൻ. പക്ഷെ ഞാൻ മതിയായിരുന്നു നിന്റെ സ്ഥാനത്ത്. നീ എന്തിനു കയറി ചൂടായത്? അവന്മാരിൽ നിന്ന് എന്നെ റാങ്ക് ചെയ്യുമ്പോൾ ഞാൻ ചിരിച്ചു കുഴഞ്ഞു കൊടുക്കാം. ഞാനാണെങ്കിൽ നിന്നേനെ. മോളെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പോടി, അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു ക്രഷ്. അല്ല, അതിൽ ആരടുത്താണാവോ ക്രഷ്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇപ്പൊ BTS തന്നെ നമുക്കൊരാൾ ബയാസ് ഉണ്ടെങ്കിലും ബാക്കി 6 പേരടുത്ത് നമുക്കൊരു ഇല്ലേ, അതുപോലെ ആദിച്ചേട്ടൻ്റെ അടുത്തൊരു ക്രഷ് കൂടുതലുണ്ട്. എങ്കിലും ഗോവിന്ദേട്ടൻ്റെ അടുത്തുണ്ട്. ഓ, അൾട്ടിമേറ്റ് കോഴി. നിനക്ക് ചേരോടി നിന്റെ ആദിച്ചേട്ടൻ. പാവടം. ഇതൊരു നടക്കി പോകൂല. മോള് കോള് വൈ, നമുക്ക് നാളെ കാണാം. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി ജോയിൻ ചെയ്യണമെന്നുണ്ട് ചെയ്യണ്ടെന്നുണ്ട്, 2 മൈൻഡിൽ നിൽക്കാം ഇപ്പോൾ. கொஞ்சம் பார்த்து விடு, கொஞ்சம் பேசி விடு என்று என் விழிகள் ஐயோ என திட்ட. கோடை கால மழை வந்து போன பின்னும் சாலையோரம் மரம் தன்னாலே நீர் சொட்ட. என்னை தாக்கும் புயலே, இரவோடு காயும் வெயிலே, உன்னாலே உன்னாலே அடி பெண்ணே, நான்
അത് ചേട്ടാ എന്നാ പാട്ടായിരുന്നു. മെൽറ്റിംഗ് മീ സോഫ്റ്റ്ലി. അതൊരു ഡ്രാമയുടെ പേരല്ലേ മോളെ? അല്ല, പാട്ട് അടിപൊളിയായിരുന്നു ഉദ്ദേശിച്ചതാ. അല്ല, ഇത് ആര്? എന്റെ പാട്ട് കേൾക്കാൻ വന്നതായിരുന്നല്ലേ? എങ്ങനെയുണ്ട്? അയ്യാ, ഇയാളുടെ പാട്ട് കേൾക്കാൻ വന്നതൊന്നുമല്ല. ഇതുവഴി പോയപ്പോ ഒരു കാളരകം കിട്ടും. ആ ഒച്ച എവിടെ നിന്ന് വന്നതാന്ന് നോക്കിയതാ. അത് ചുമ്മാ. അത് ചേട്ടാ, എന്തോ? അത് ചേട്ടാ സൂപ്പർ ആയിരുന്നു പാട്ട്. എനിക്ക് ആ പാട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് അയക്കാവോ? എന്റെ അമ്മയെ ഒന്ന് കേൾപ്പിക്കാനാ. പിന്നെന്താ. ഓക്കെ, ബൈ. ബൈ. എന്റെ കാളരാഗത്തിന് ഇത്രയും ഫാൻസ് വരുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വരുമോ? എന്നോടാണോ? ആ, അതിന് ചേട്ടന്റെ പാട്ട് കാളരാഗം അല്ലല്ലോ. അതാണ്. പേരെന്താ? ഇഷ. ഓ, ഇഷ കൊച്ചിന് എന്നാ നാണവാ. ഇഷ, വാ പോവാ. അതെ, മാഡത്തിന്റെ പേരൊന്ന് പറഞ്ഞിട്ട് പോവൂ. അതിനെന്നോട് പേര് ചോദിച്ചില്ലല്ലോ. ഓഹോ, ഓക്കെ, ഇപ്പൊ ചോദിച്ചു. എന്താ പേര്? പറയാൻ സൗകര്യമില്ല. അത് ഫൗള്. പറഞ്ഞിട്ട് പോവും. ആദ്യ കൊള്ളാം. അനുരാഗലോചനായി അതിലേറെ മോഹിതനായി. കൂടുതൽ മോഹിക്കണ്ട, നടക്കാൻ പോണില്ല. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? അതെങ്ങനെയാടാ? അവളെ കണ്ടറിഞ്ഞൂടെ അങ്ങനെ വളയാന ടൈപ്പല്ലാന്ന്? പ്രത്യേകിച്ച് നിന്നെ പോലത്തെ ഒരു കോഴിക്ക്. അവള് നിന്നപ്പോ തന്നെ നീ എന്ത് ഫ്ലേട്ടിങ് ആയിരുന്നു ബാക്കി പെമ്പിള്ളാരെ. അതൊക്കെ ചുമ്മാ ചേട്ടന്റെ ഒരു ഫണ്ണല്ലേ? ചേട്ടന്റെ ഈ ഫണ്ണും കൊണ്ട് അവളെ അടുത്തോട്ട് ചെല്ല്. അവളെ അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റും. എന്താന്നറിയില്ല അളിയാ, അവൾ ആദ്യം കണ്ടപ്പോ തൊട്ട് എന്റെ ഉള്ളിലിരുന്ന് ആരോ ഇങ്ങനെ ആദി നിന്റെ പെണ്ണാത്, ആദി നിന്റെ പെണ്ണാത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അത് ഗ്യാസുകാർ വയറ് വിളിച്ചതായിരിക്കും. ഡാഡാ മൈ ഡിയർ മോനെ, നീ ബെറ്റ് വെച്ചോ, അവളെ ഞാൻ ഈ ഉള്ളം കയ്യിൽ കൊണ്ടുവരും. ആ ഓക്കെ, ബെറ്റ് തന്നെ. ബെറ്റിന് നീ തോറ്റ നിന്റെ പപ്പ കൊണ്ടുവന്ന ഗൂച്ചിയുടെ ജാക്കറ്റും ഡിയോറിന്റെ പെർഫ്യൂമും കാൽവിൻ ക്ലൈന്റെ ജട്ടിയും എനിക്ക് വേണം. മനസ്സിലായോ? ഡാടാ വേറെ എന്തെങ്കിലും പറയടാ പ്ലീസ് ഡാ. ഈ ബെറ്റിന് ഓക്കെ ആണോ അല്ലയോ? എന്തുവാടാ, ഗൂച്ചിയുടെ ജാക്കറ്റും ഡിയോറിന്റെ പെർഫ്യൂം നീ എടുത്തോ, പക്ഷെ കാൽവിൻ ക്ലൈന്റെ ജട്ടി എടാ ജാക്കയുടെ ആട് കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാടാ. ഒന്നും പണയല്ല. സമ്മതമാണോ അല്ലയോ? ആ, സമ്മതിച്ച്. അവൾ വളഞ്ഞാലല്ലേ? അതൊക്കെ ഞാൻ വളയ്ക്കും മോനെ. ഇപ്പൊ നീ വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പട്ടി. മേ ഐ കം ഇൻ മാം? യെസ്. മാം, ഫസ്റ്റ് ഇയർ ക്ലാസ് അല്ലേ? അപ്പോൾ കോളേജ് മാഗസീനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിരുന്നു. ആടാ, പറഞ്ഞോ. ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് അനന്തു. ഇവിടെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞാൻ നമ്മുടെ കോളേജ് ചെയർമാനാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ക്ലാസ്സിലേക്ക് വന്നേക്കുന്നത് നമ്മുടെ കോളേജ് മാഗസീനിലെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ്. ഇവിടെ സീനിയേഴ്സ് കുറേ പേര് മാഗസീനിൽ സ്റ്റോറി എഴുതുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സ്റ്റോറി എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ജൂനിയേഴ്സ് ആയതുകൊണ്ടാണ് നിങ്ങൾ എടുത്തു പറയുന്നത്, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേര് നൽകാവുന്നതാണ്. ഗൗരി, ഞാൻ പേര് കൊടുക്കട്ടെ? അതിന് നിനക്ക് സ്റ്റോറി ഒക്കെ എഴുതാൻ അറിയാവോ? അതില്ല, പക്ഷേ മനസ്സിലാവുന്നുണ്ട് നീ എന്തിനാ കോളേജ് മാഗസീനിൽ സ്റ്റോറി എഴുതാൻ പോകുന്നേന്ന്. പ്ലീസ് ഡി, ഞാൻ ഒത്തിരി ചേർന്നോട്ട്. അതിന് നീ എന്തിനാ എൻ്റെ അടുത്ത് പ്ലീസ് പറയുന്നേ? നിനക്ക് വേണമെങ്കിൽ പോയി ചേരേ. അതെ, ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ചേട്ടാ, എനിക്ക് താല്പര്യമുണ്ട്. കുട്ടി ഇന്റർവെൽ ആവുമ്പോഴത്തേക്ക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണേ. ഇതാണ് ഗോവിന്ദ്. ഗോവിന്ദിന്റെ പേരും ബാക്കിയുള്ള ഡീറ്റെയിൽസും കൊടുത്താൽ മതിയേ. ആ, ഓക്കെ ചേട്ടാ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. എടാ കൊച്ചു കള്ള, രണ്ടും കൂടെ ക്ലാസ് ഇരുന്ന് എന്തായിരുന്നു? എനിക്കറിയത്തില്ലടാ. നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ആദ്യം ഞാനായിട്ട് വഴക്കുണ്ടാക്കി പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവള് വടി കണക്ക് എന്റെ മുന്നിൽ വന്ന് നിന്നേ? അന്ന് തൊട്ട് എന്തോ എനിക്കറിയില്ല, ഒരു പ്രത്യേക ഒരു ഫീലിംഗ് അവളെ കാണുമ്പോൾ. അത് പ്രേമമാണോ അതോ ക്രഷാണോ അതോ ഇൻഫാറ്റുവേഷൻ ആണോ ആണോ, ബട്ട് അവളെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത ഫീല്. എടാ പൊട്ട, അതല്ലേടാ ഞാൻ പറഞ്ഞേ, നിനക്ക് അവളോട് പ്രേമമാണ്.
അതുപോലെ അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട്. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളത് എന്റെ തോന്നൽ മാത്രമാണെങ്കിലോ? എനിക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്. നോക്കാം. ചേട്ടാ എന്തോ? ഹായ്. അല്ല, ഇത് ആര്? നമസ്കാരം. കേറുവാ. സ്റ്റോറിക്ക് പേര് തരാൻ വന്നതായിരുന്നു. തന്നോ? പേര് പറയണ്ടേ? പറഞ്ഞോളൂ. ഏ? എന്തോന്ന് പേര് പറവച്ചേ? അതിഥി. അതിഥി രാജീവ്. അതിഥി രാജീവ്. ആ, ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഫസ്റ്റ് ഇയർ ബോട്ടണി. ആ, ഓക്കെ. ഞാൻ പോട്ടെ? എന്ത് പോണ്ടേ? അല്ല, പോണ്. ബൈ. ഷേ, അത്ര പെട്ടെന്ന് പോവാതെ ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. എന്താ ചേട്ടാ? ഷോ, എന്തൊരു നടിപ്പ്. നീ ഇത്ര പാവല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്നും അറിയാത്ത പോലെ നിക്കല്ലേ. അന്ന് കത്തി കേറുമല്ലായിരുന്നു എന്റെ അടുത്ത്. എന്റെ പൊന്നു ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. പറ. ചേട്ടൻ ഇപ്പൊ കത്തി കേറിയെന്ന് പറഞ്ഞില്ലേ, ആ ഐറ്റം ഞാനല്ല. അതെന്റെ ട്വിൻ സിസ്റ്റർ ആദ്യ. ട്വിൻ സിസ്റ്ററാ? അതെ, എനിക്കൊരു ട്വിൻ സിസ്റ്റർ കൂടി ഉണ്ട്. അന്ന് ചേട്ടനോട് കത്തി കയറിയതും തർക്കിച്ചതൊക്കെ അവളാ. നോ വേ. അയ്യോ, സത്യ പറയുന്നേ. ഞങ്ങൾ രണ്ടുപേരും കാണാൻ ഒരുപോലെ ആണെങ്കിലും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. ആ, അതെനിക്ക് നല്ലവണ്ണം മനസ്സിലായി നിങ്ങൾ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണെന്ന്. പക്ഷെ ഞാൻ നിങ്ങളെ ഇതുവരെ ഒരുമിച്ച് കണ്ടിട്ടില്ലല്ലോ. അതെങ്ങനെ കാണാനാ? ഞാൻ ബോട്ടണി, അവള് സുവോളജിയും. രണ്ട് ഡിപ്പാർട്ട്മെന്റ്, 2 ബ്ലോക്കും അല്ലേ. പോകുമ്പോഴും വരുമ്പോഴും മാത്രം ഞങ്ങൾ ഒരുമിച്ച്. ഓക്കെ ഓക്കെ. അപ്പൊ നീ അതിഥി, അവൾ ആദ്യ. കൊള്ളാം. ഡൗട്ടൊക്കെ തീർന്നില്ലേ? ഞാൻ പോട്ടെ? പൊയ്ക്കോ പൊയ്ക്കോ. കാണാം. അളിയോ, എന്തായി? അവള് ട്വിൻസ് ആടാ. അന്ന് ഞാൻ വഴക്കുണ്ടാക്കിയത് അവളുടെ സിസ്റ്ററിന്റെ കൂടെയാ, ആദ്യ. വാവ്, അപ്പൊ നീ പെട്ട്. ഇനി അതിഥിയെ ആദ്യം തമ്മിൽ തിരിച്ചറിയണ്ടേ നീ? അതിഥിയെ നീ എവിടെ വെച്ച് കണ്ടാലും എങ്ങനെ കണ്ടാലും എനിക്ക് മനസ്സിലാവും. അവളുടെ ആ കണ്ണും ചുണ്ടും. എടാ മൂക്കടാ, മൂക്ക്. മൂക്ക് ഞാനെങ്കിൽ ഇല്ലാണ്ടായിപ്പോയി. പോടാതണ്ടി. അയ്യേ, മതി നീ കേട്ടത്. വാ, ക്ലാസ്സിൽ പോവാം. ആദ്യ, എന്ത് ചെയ്യുവാടി? ഞാനൊരു ബുക്ക് വായിക്കായിരുന്നു. എന്താടി? അല്ല, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഗോവിന്ദിന്റെ കാര്യം ഒരിക്കും അല്ലേ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? കുറച്ച് നാളായിട്ട് കാണല്ലേ മോളെ നിന്റെ ഇളക്കം. എന്തോടി, എനിക്ക് ആദ്യം തൊട്ടേ ഗോവിന്ദേട്ടൻ്റെ അടുത്ത് എന്തോ ഒരു ഇഷ്ടമുണ്ട്. അന്ന് ആദ്യമായിട്ട് കണ്ട സമയം തൊട്ടേ ഒരു സ്പാർക്ക് അടിച്ചതാ. ഗോവിന്ദേട്ടനും എന്നോട് എന്തോ ഒരു ഇഷ്ടമുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓഹോ, അപ്പൊ അതുവരെയൊക്കെ എത്തി കാര്യങ്ങള്. ഞാനൊരു കാര്യം പറയട്ടെ, നീ അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്യണ്ട. ആളിന് ഇഷ്ടമാണെങ്കിൽ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാലോ. അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാനും അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നില്ല എന്നുള്ള രീതി തന്നെ ആയിരുന്നേ. അപ്പൊ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യട്ടല്ലേ? ആ, വെയിറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കോവി, ദോ അതിഥി. എവിടെ? അതിഥി, ദോ ഗോവിന്ദേട്ടൻ. നൊങ്കാട് പെണ്ണെ നീ വറ്റുന്ന മേടവയിൽ കൊണ്ടേ ഞാൻ വാടും നേരത്ത് പൊന്നാനെ നിൻ മനസ്സ് എല്ലോണം തേൻ കൂറുമ്പ് നുള്ളാനായി നിന്നെ ദൂരത്ത് വീശുന്ന കോവൈ കാറ്റിലാടും നിൻ കൂന്തൽ എൻ മേലാകെ മൂടാമോ നീ പെണ്ണാളെ പെണ്ണാളെ ആരോ നീ ഊറും പേരും ഇല്ലെന്നായാലും ഞാൻ വല്ലാതെ കൊള്ളും കാര്യം നേരാണേ നേരാണേ ജാലക്കാരി മായ ജാലക്കാരി നീ എന്നുള്ളം കൊത്തി കാന്ത കണ്ണാൽ നോക്കി തന്നാൽ നീരി നിന്നാൽ പല നാളുരുകി പിന്നാൽ അലപോലലയാം നിന്നാൽ കഴിയും വരഞ്ഞ ജാലക്കാരി മായ ജാലക്കാരി എന്നുള്ളം കൊത്തി കാന്ത കണ്ണാൽ നോക്കി
ജാലക്കാരി ഇതോ പോകുന്നു. എവിടെ ഇതോ പോയാ? அதிகாலத்தெழுന്നേറ്റ് ഒന്നായി കൈയും കോർത്ത് ആരെങ്കാവും തേടി പോകാം. അനുവാദം തന്നാൽ രാവിൽ നിന്റെ പൂമടിയിൽ പൈതൽ പോലെ നാനും ചായ ഏയ് ചെല്ലക്കിളി, ചെല്ലക്കിളിയാ? അതാര്? എന്ത് വേണം? അല്ല ഒന്ന് മൈൻഡ് ചെയ്യടോ. ആ ചെയ്തു പോരെ. നിന്റെ അടുത്ത് പറഞ്ഞ എന്നാ വേണോ അടിക്കാൻ? അല്ല എവിടെ പോണിപ്പോ? ലൈബ്രറി വരെ ഒന്ന് പോകുക. എന്തേ? ഏയ് ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. ഓക്കെ ബൈ. പോട്ടടാ, നീ വിചാരിക്കുന്ന പോലെ അവളങ്ങോട്ട് അടുക്കുന്നില്ലല്ലേ? അതോർത്ത് പൊന്നുമോൻ ബേജാറാവണ്ട, ഞാൻ അടുപ്പിച്ചോളാം. ആയിക്കോട്ടെ. ഡാ പിന്നെ ഞാൻ ലൈബ്രറി വരെ ഒന്ന് പോവാണേ. അവളെങ്ങോട്ടാ പോയത്? ആ ചെല്ലി ചെല്ലി ക്യാമുക. ഷാബുക്ക് എവിടെയാണല്ലോ ഇരുന്നേ? ഹലോ. അല്ല ഇത് ആര്? എവിടെ പോയിരുന്നു? നേരത്തെ ഒന്നും കണ്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ എന്റെ അങ്കിളും ആന്റിയും വന്നിട്ടുണ്ടായിരുന്നു. അവര് തിരിച്ചെന്ന് ന്യൂയോർക്കിലേക്ക് പോവുക. അപ്പൊ ഞാൻ എയർപോർട്ടിലാക്കാൻ പോയിട്ട് വരുന്ന വഴിയാ. ആണോ? അതെ. അല്ല എന്താ തപ്പുന്നേ? കൊറേ നേരമായല്ലോ. ആ ഞാൻ ഇന്നലെ ഒരു ബുക്ക് ഇവിടെ കണ്ടായിരുന്നേ. പക്ഷെ അത് ഇന്ന് ഇവിടെ കാണുന്നില്ല. അതെനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ആഗ്രഹിച്ച് ഞാൻ നോക്കി വെച്ചിരുന്നതാ. പക്ഷെ അത് എവിടെ പോയിന്നറിയില്ല. അതിവിടെ എവിടെയെങ്കിലും കാണും. ആരെങ്കിലും ഒക്കെ എടുത്ത് മാറ്റി വെച്ചതായിരിക്കും. അല്ല ബുക്കിന്റെ പേരെന്താ? എനിക്കും അങ്ങനെയാ തോന്നുന്നേ. ബുക്ക് നോവലാ, രണ്ടാം ഊഴം, MD വാസുദേവൻ നായരുടെ. സത്യം പറഞ്ഞാൽ ഞാനത് വായിക്കണമെന്ന് ആഗ്രഹിച്ചത് ആദ്യം വായിച്ചിട്ടുണ്ട്. അപ്പൊ അവള് പറഞ്ഞതാ നൈസ് സാധനം ഒന്ന് വായിച്ചു നോക്കുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ നോക്കി വെച്ചിട്ട് പോയി ഇന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് എവിടെ പോയി എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. രണ്ടാം മുഴുവല്ലേ ഇതോ ഇരിക്കുന്നേ, മുകളില് മൂന്നാമത്തെ റോയില് നോക്കിയേ. എവിടെ? ആ അത് തന്നെ. ഇത് ആരാ അങ്ങോട്ട് വെച്ചേ? ഇത് എത്തുന്നില്ല കുന്ത. കൊള്ളാം. ഇതൊന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ എടുത്തുതരാം. അതിഥി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം എന്താ പറയാനുള്ളതെന്ന്. ഇത്രയും നാളും എന്താ ഇതുവരെ പറയാത്തെന്ന് ആലോചിച്ചിരുന്നതാ ഞാൻ. പെട്ടെന്നാവട്ടെ പറയ്. അപ്പോൾ നിനക്ക് ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാമോ? നല്ലോണം അറിയാം. എടി കള്ളി, അപ്പൊ നിനക്ക് അറിയാമായിരുന്നല്ലേ? എന്നിട്ട് നീ ഒരു വാക്ക് എന്നോട് ചോദിക്കാത്തെന്താ? ഇങ്ങോട്ട് പറയട്ടെ എന്ന് വിചാരിച്ചു. പറ പെട്ടെന്നാവട്ടെ. പറയട്ടെ. പറ. എന്താടാ നിനക്ക് എന്റെ പെണ്ണിനെ തന്നെ വേണോ അല്ലടാ ഐ ലവ് യു പറയാൻ? നിന്റെ പെണ്ണോ? എപ്പത്തൊട്ടായാലും ആദ്യം എന്റെ പെണ്ണാ. അത് ചേട്ടാ ഒന്ന് മാറി പ്ലീസ്, ഒന്നും ചെയ്യല്ലേ. എടാ അവള് പറയുന്ന ഒന്ന് കേക്ക്. എടാ ഇത് ഞാൻ അതിഥി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഞാൻ കാണുന്നതന്നെയാണോ നീ കാണുന്നേ? വിടടാ പന്നി. ഒന്നും പറയാനും സമ്മതിക്കൂല. എന്റെ അമ്മൂമ്മയുടെ ഐ ലവ് യു. മനുഷ്യന്റെ നാട്ടു.
നീ വാ. കോവി ഉളുക്കീന്ന് തോന്നുന്നടാ. നാറിയുടെ ഒടുക്കത്തെ ചവിട്ട്. പോട്ടടാ, പ്രപ്പോസ് ചെയ്യാൻ പോയിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ ആയിട്ട് ഇരിക്കുന്ന അവസ്ഥ ഉണ്ടില്ലേ. നിന്ന് താളം വിടാതെ പിടിക്കടാ എന്നെ. എന്റെ പൊന്നാതി എണീറ്റ് വാ ഇങ്ങോട്ട്. കോള പറ്റൂന്ന് കേട്ട കുട്ടിയുടുപ്പും ബേബി സോപ്പ് വാങ്ങാൻ ഓടിയേക്കുന്നവൻ. എടാ എന്നാലും അവള് ട്വിൻസ് ആയിരുന്നാ? എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എടാ അതിന് നീയോ അവളുമായിട്ട് പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ഇപ്പൊ അവള് ട്വിൻസ് ആണെന്നുള്ള കാര്യം അറിയാത്തത് നീയും ഞാനും മാത്രം. എടാ അപ്പൊ ഞാൻ ഇത്രയും നാൾ ആരുടെ പറയാടാ നടന്നേ? എന്റെ പൊന്നാദി, നീ ആദ്യം തന്നെയാണ് സ്നേഹിച്ചത്, അവളെ പറയാ തന്നെയാ പോയതും. പക്ഷെ ഇന്ന് നിനക്ക് ആള് മാറി. ഇന്ന് അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിഥിയുടെ കൂടെയാ, അവളുടെ ട്വിൻ സിസ്റ്ററിന്റെ കൂടെ. മാറ്റക്കേസായി. അവൾ എന്ത് വിചാരിച്ചാണോ എന്നെ പറ്റി? ആ പോട്ടെ, ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ആദി, നീ മാസ് ഡയലോഗ് കളിച്ചപ്പോൾ സത്യം പറഞ്ഞ ചിരിയൊന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ സോറി വാ നമുക്ക് ക്യാൻറ്റീനിൽ പോവാം. ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ. ആദ്യ ഗോവിന്ദേട്ടൻ ആദിച്ചേട്ടന് നിനക്ക് വേണ്ടിയാണ് അടി ഉണ്ടാക്കിയേ. കോളടിച്ചല്ലോ മോളെ. നീ ആരെയാ ചൂസ് ചെയ്യുന്നേ? അതിലിപ്പോ എന്താ അത്ര ഡൗട്ട്? ഗോവിന്ദേട്ടൻ മതി ആദ്യ. ഹീസ് എ ക്യൂട്ട് ആൻഡ് ഹാൻസം. നോ വേ, ആദിച്ചേട്ടൻ്റെ അത്ര വരില്ല. ഹീസ് എ ഹോട്ട് ആൻഡ് ഷാ. പോരാത്തിന് അഡാർ സിംഗറും. ആരായാലും ഇപ്പൊ എന്താ, യു ആർ സോ ലക്കി. ആരുടെ ഗേൾഫ്രണ്ട് ആയാലും നിനക്ക് കോളാം മോളെ. ആദ്യ വേണ്ട, അവര് പ്രൊവോക്ക് ചെയ്യാൻ പലതും പറയും, നീ അത് മൈൻഡേ ചെയ്യണ്ട. എന്നാലും ആദ്യ ഈ കോളേജിൽ എത്ര ഗേൾസിന്റെ സ്വപ്നം നീ ഒറ്റ ദിവസം കൊണ്ട് തകർത്തത്. എന്നാലും എന്ത് കണ്ടിട്ടാടി അവര് നിന്റെ പുറകെ വാലാട്ടി വന്നത്? ഞാൻ ഇത്രയും നേരം മിണ്ടാതിരുന്നത് എനിക്ക് നാക്കില്ലാത്തോണ്ടല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പൊന്നു മക്കള് മൂലയ്ക്ക് പോയിരുന്നു മോങ്ങേണ്ടി വരും. പിന്നെ നീയൊക്കെ പറഞ്ഞല്ലോ അവരെന്റെ പുറകെ വാലാട്ടി വന്നോന്ന്. ആടി വന്നു. നിനക്കൊന്നുമില്ലാത്ത പലതും ഈ ആദ്യക്കുണ്ട്. അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആദ്യ മതി, നീ ഇവിടെ ഇരിക്കേ. ഇഷ നീ വിട്, ഞാൻ ഇപ്പൊ വരാം. നീ എങ്ങോട്ടാ? ഇപ്പൊ എവിടാൻ പോണ്ട, നീ ഇവിടെ ഇരിക്കേ. നിന്റെ മൂഡ് ശരിയല്ല. നിന്നോട് വിടാനാ പറഞ്ഞേ. ഞാൻ നല്ലൊരു പ്രപ്പോസൽ സീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാ, എല്ലാം കുളമായി. ആദി, ആ ആദ്യാ, ഞാൻ നിന്നെ കാണാനായിട്ട് ഇരിക്കായിരുന്നു. നീ ട്വിൻസ് ആണെന്നുള്ള കാര്യം എന്റെ അടുത്ത് എന്താ പറയാതിരുന്നേ? അതിന് നീ എന്റെ ആരാ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ ചോദിച്ചത് മിസ്റ്റർ ആദിനാഥിന് മനസ്സിലായില്ലെന്നുണ്ടോ? ഞാൻ നിന്റെ ആരാ? അത് ഇപ്പൊ എന്താ തന്റെ നാക്കിറങ്ങിപ്പോയോ? നേരത്തെ ഘോര പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ, ആദ്യം എന്റെ പെണ്ണ്, ആദ്യം എന്റെ പെണ്ണ്, ആദ്യം എന്റെ പെണ്ണെന്ന്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എപ്പോഴെങ്കിലും തന്നോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്? നീ പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്റെ ഓരോ നോട്ടവും എനിക്കുള്ള ഉത്തരമായിരുന്നു ആദ്യ. നീ വെറുതെ കള്ളം പറയണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ? തന്റെ വിചാരം എന്താ? തന്റെ ഫ്ലോട്ടിങ്ങിൽ എല്ലാ പെമ്പിള്ളേരും വീഴുന്ന മാതിരി ഞാൻ വീഴാന്നോ? അതിന് ഈ ആദ്യം കൂട്ടണ്ട. എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഒരാളോട് ചിരി സംസാരിച്ച അയാളോട് പ്രേമാണെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ കോളേജിലുള്ള പലരോടും എനിക്ക് പ്രേമാണല്ലോ ആദി. ഇനി മേലാൽ എന്റെ പുറകെ കണ്ടുപോകരുത് നിന്നെ. ഒന്ന് നിന്നേ. നീ ആരാന്നടി നിന്റെ വിചാരം? നീ പറഞ്ഞത് ശരിയാ, അവ ഒരുപാട് പേര് ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരുപാട് പേര് വീണിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ നിന്നെ കാണുന്നത് വരെ മാത്രം. എന്റെ ആദ്യയുടെ മനസ്സിൽ എന്താന്ന് ആരെക്കാരും നന്നായിട്ട് എനിക്ക് അറിയാവുന്നത്. നിനക്കൊരു കാര്യം അറിയോ? അവ ഈ കോളേജിൽ വരുന്നത് തന്നെ നിന്നെ കാണാൻ വേണ്ടിയിട്ടാ. ആ സ്നേഹം തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടി. നീ ഇനി പേടിക്കണ്ട, ഇനി ഒരിക്കലും ആദിനാഥ് ആദ്യയുടെ പിറകെ ശല്യമായിട്ട് വരില്ല. മതിയടാ ആദി, നിനക്ക് ഇത്രയൊന്നും കിട്ടിയത് പോരെ? അവൾക്ക് നിന്നെ ഇഷ്ടമല്ല, നീയോ അവളെ ഇനി സ്നേഹിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നിന്റെ നാണം കെടുത്തി. ഇതിൽ കൂടുതൽ എന്ത് നിനക്ക് കിട്ടണം? ആദ്യയുടെ വിലപ്പെട്ട സമയം വേസ്റ്റ് ചെയ്തതിന് ഐ ആം സോറി. നീ വാ, നമുക്ക് പോവാം. അതിഥി, എന്താ ഗോവിന്ദേട്ടാ? അല്ല എന്ത് പറ്റി പെട്ടെന്നൊരു മൂഡ് ഓഫ്? ഏയ് ഒന്നുമില്ല. അല്ല ഉണ്ട്, എന്തോ പ്രശ്നമുണ്ട്. കാര്യം പറ. അത് എല്ലാരും പറയാ ഗോവിന്ദേട്ടനും ആദിചേട്ടനും ആദിക്ക് വേണ്ടി അടി ഉണ്ടാക്കിയെന്ന്. അത്രേ ഉള്ളോ? കോളേജിൽ ഗോസിപ്പിനാണോ പഞ്ഞം? അവര് പറയാനുള്ളത് പറയട്ടെ, നമ്മൾ കേട്ടിട്ടങ്ങ് കളഞ്ഞാ പോരെ. അങ്ങനെ പറയണ്ട, അതല്ലല്ലോ സത്യം. അതിനി നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരോടും പോയി പറയാൻ പറ്റൂ? ആ പറ്റില്ല. ഞാൻ പോവാട്ടാ, പിന്നെ സംസാരിക്കാം. എന്റെ പെണ്ണെ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ.
ലൈബ്രറിയിൽ വെച്ച് പകുതിക്ക് പറഞ്ഞു നിർത്തിയത് പൂർത്തിയാക്കണ്ടേ? വേണ്ട. വേണ്ടല്ലോ, ഉറപ്പാണേ. മുഖത്ത് നോക്കടി. എന്താ? പറയണ്ടല്ലോ. ഐ ലവ് യു. ഏ എന്താ കേക്കാൻ വയ്യേ? ഐ ലവ് യൂന്ന്. അതിഥി, കൂടുതൽ ഞെട്ടേന്ന് വേണ്ട. കൊച്ചിനറിയായിരുന്നല്ലോ എനിക്കിഷ്ടാണെന്ന്. അതറിയാം, പക്ഷെ ഞാൻ പറയുന്നതിന് മുമ്പ് നീ കയറി ഗോളടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാണ് അതിഥി. ഓഹോ, അങ്ങനെയാണോ? എന്താ ഉദ്ദേശം? നോട്ടം ശരിയല്ലല്ലോ. ശരിയാക്കാനും ഉദ്ദേശമില്ലല്ലോ. ഒന്ന് പോയേ, കോളേജാ, എല്ലാരും ശ്രദ്ധിക്കുവേ. ഇല്ല ഇല്ല ഇല്ല, ആരും ശ്രദ്ധിക്കത്തില്ല. പ്ലീസ് ഡി, ഒരു ഉമ്മ. ഇത്ര നാളായിട്ട് ഞാൻ കാത്തിരിക്കാണെന്നറിയോ? ആദ്യ, ആ എന്താടി ഇന്ന് കോളേജിൽ എന്തായിരുന്നു പ്രശ്നം? എന്ത് പ്രശ്നം? നീയും ആദ്യ ചേട്ടനായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ കോളേജിൽ നിന്ന്? ആ ഉണ്ടായി. എന്താ? ആദ്യ, എല്ലാവർക്കും ഉണ്ട് അവരവരുടേതായ ഒപ്പീനിയനും ഡിസിഷൻസും എല്ലാം. പക്ഷെ അത് കാണിക്കേണ്ടത് ആരെ ഹേർട്ട് ചെയ്തിട്ടാവരുത്. നിനക്ക് ആദ്യ ചേട്ടനെ ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ, പക്ഷെ ഒരിക്കലും അത്രയും പേരുടെ മുന്നിൽ വെച്ച് ആ മനുഷ്യനെ നാണം കെടുത്തുണ്ടായിരുന്നു. കണ്ടു നിന്നവർ പറഞ്ഞത് ആ മനുഷ്യൻ ചത്ത പോലെ ആയി എന്നാ. ഒരിക്കലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ആദ്യം ചെയ്ത ഈ കാര്യത്തിന് ഐ ഫീൽ സോ ബാഡ്. എനിക്കിത് പറയണമെന്ന് തോന്നി. ഗുഡ് നൈറ്റ്, നീ കിടന്നു. അതിഥി, ഒന്ന് നിർത്തുന്നുണ്ടോ? തന്റെ വിചാരം എന്താ? തന്റെ ഫ്ലോട്ടിങ്ങിൽ എല്ലാ പെമ്പിള്ളേരും വീഴുന്ന മാതിരി ഞാൻ വീഴോന്നോ? അതിന് ഈ ആദ്യം കൂട്ടണ്ട. എനിക്ക് തന്നെ ഇഷ്ടമല്ല. ആദി, ആദി, ഐ എം റിയലി സോറി. സത്യം പറഞ്ഞാൽ ഞാൻ ആരുടെയും മുന്നിൽ വെച്ച് ആദ്യം നാണം കെടുത്തണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഇന്നലെ ഒരുപാട് പ്രഷർ ഉള്ളിലുണ്ടായിരുന്നോണ്ടാ ഒരണ പൊട്ടിയതുപോലെ എല്ലാം അങ്ങ് പുറത്തു വന്നേ. ഐ എം റിയലി റിയലി സോറി. ആദി, നീ എന്ത് ചെയ്യാ ഇവിടെ? വാ, ക്ലാസ്സിൽ പോവാ. ആദി, എന്തെങ്കിലും എന്നോട് സംസാരിച്ചിട്ട് പോ. ഇറ്റ്സ് ഓക്കെ ആദ്യ. ഇന്നലെ ഇവൻ പറഞ്ഞ പോലെ ഇനി ഒരിക്കലും ആദ്യയുടെ പിറകിൽ ശല്യമായിട്ട് ഞാൻ വരില്ല. ഇത്രയും നാൾ ഇറിറ്റേറ്റ് ചെയ്തതിനും ദേഷ്യം പിടിപ്പിച്ചതിനും ഒക്കെ ഐ എം റിയലി സോറി. മോളെ അതിഥി, ആദ്യം എന്താ ഫുഡ് കഴിക്കാൻ വരാത്തെ? ഇന്നും കഴിച്ചില്ലേ? ഇല്ല, അവൾക്ക് വേണ്ടാന്ന് പറയുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല അച്ഛാ. അതെ, അവൾക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അതായിരിക്കും. ആണോ? അത് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. നീ ഫുഡ് കഴിച്ചിട്ട് എന്റെ മുറിയിൽ നിന്ന് മെഡിസിൻ എടുത്ത് അവൾക്ക് കൊടുക്കണേ. ആ അച്ഛാ, ഞാൻ കൊടുത്തേക്കാം. ആദ്യ, 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 ആദ്യ. I'm sorry, Adi. And I miss you so much. ഓ, എന്നാ സ്ട്രക്ചറാടാ അവൾക്ക്. ആ ഷേപ്പൊക്കെ നോക്കിക്കേ, ആ ചുണ്ട്. ഞാൻ പോയി മുട്ടട്ടാടാ. ആദ്യോടെ എന്തായാലും നോ പറഞ്ഞു. എനിക്ക് വളയെന്ന് നോക്കിയാലോ? അളിയ വേണോ? അവളുടെ വായിൽ നാക്കല്ല, പിച്ചാത്തിയാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ വാ. ഹായ് ആദ്യ. ഹായ്. എന്ത് ചെയ്യുവാ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അത് തന്നെ ചെയ്യുന്നേ. ഓ, താൻ കുറച്ച് ആംഗ്രി ആണല്ലോ. കുറച്ചല്ല, കുറച്ചധികം. കൂൾ ആദ്യ. ഞാൻ ആദ്യം ദേഷ്യം പിടിപ്പിക്കാൻ വന്നതല്ല, ഒരു കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യം? ഐ ലവ് യു ആദ്യ. കഴിഞ്ഞോ? ഇനി എന്റെ ആൻസർ വേണ്ടേ? ഐ ഹേറ്റ് യു. മോളെ ആദ്യ, ഇത്രയ്ക്കും ആവേശം വേണോ? ഞാൻ അവനെ പോലെ അല്ലടി. നമുക്ക് റൂമൊക്കെ എടുത്തങ്ങ് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച്. ദേ, എന്റെ കൈയുടെ ചൂടറിയണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ. എനിക്ക് നിന്റെ കൈയുടെ മാത്രമല്ല, ഈ ശരീരത്തിന്റെ മൊത്തം ചൂടും വേണം. യു ബാസ്റ്റർഡ്. അടങ്ങടി മോളെ, നിന്റെ കൈയൊക്കെ എന്റെ അടുത്ത് കാണിക്കല്ലേ. വിടടാ പട്ടി എന്റെ കയ്യിന്ന്. പിടയ്ക്കാതടി മോളെ, അവളുടെ കയ്യിന്ന് വിടടാ. ഇതാര്?
ഫ്ലേട്ടിംഗ് കിങ് ആദ്യോ? നാണോ ഇല്ലേടാ നിനക്ക്? പറ്റിത്താറ്റ് താറ്റിട്ട് അവളുടെ പുറകെ മണപ്പിച്ച് നടക്കാൻ, അവളുടെ കയ്യിന്ന് വിടാൻ. ഇല്ലെങ്കിൽ ഇന്ന് നിന്റെ പ്രിയതമ വന്നില്ലല്ലേ? യാ വന്നില്ല. ഡാ, ക്യാൻറ്റീനിൽ അർജുൻ നമ്മുടെ ആദ്യേ. ഗോവിന്ദ്, ദേ നോക്കിക്കേ, നിന്റെ ശത്രു. നീ കൂടെ കൂടിക്കോ, നിന്റെ കലപ്പും കൂടെ അങ്ങ് തീരട്ടെ. എനിക്ക് തീരണ്ടെങ്കിലോ? എന്താണോ നിനക്ക്? നിനക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസാ. അവന്റെ ദേഹത്തിന് നീയൊക്കെ തൊട്ടാൽ പിന്നെ വീട്ടിൽ പോവാൻ മക്കൾക്ക് കാല് കാണില്ല, എഴഞ്ഞു പോവാം. മതിയോ? ഓഹോ, ശത്രുക്കൾ മിത്രങ്ങളായോ? ആദ്യം ഇവനെ അടിച്ചൊതുക്കടാ. ആദി തൊട്ടു പോകരുത് നീ. നിനക്ക് വേണമെന്ന് പറഞ്ഞല്ലേ ഇവനെ? പിന്നെ ആദിക്ക് വേണ്ടി നീ കണ്ണീരൊലിപ്പിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കരച്ചിൽ നടക്കാർക്കും കാണാൻ വേണ്ട. അജയ്, വണ്ടി എടുക്ക്. ആദ്യ കരയാതെ, എന്നെ കാരണം പോട്ടാദ്യ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ലൈഫിൽ തീരുമാനം എടുക്കേണ്ടത് നീ തന്നെയാണ്. നിന്റെ ആ തീരുമാനത്തിന് ഞങ്ങളെല്ലാം റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ആദിച്ചേട്ടൻ നിന്നെ സ്നേഹിച്ചത് സിൻസിയറായിട്ടായിരുന്നു ആദ്യ. അന്ന് നീ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ആദിച്ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കണ്ടതാ ആ കണ്ണിലെ പെയിൻ. നീ അത് വിട്, ഇനി ആദിച്ചേട്ടൻ നിന്നെ ശല്യം ചെയ്യാൻ വരില്ല. നീ എന്നെ അങ്ങനെയാണോ കരുതിയേക്കുന്നത്? എന്റെ ജീവനാടി. അന്ന് എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ടെമ്പർ തെറ്റി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അതിനുശേഷം ഞാൻ എന്തുമാത്രം തവണ സംസാരിക്കാൻ ശ്രമിച്ചതാ, പക്ഷെ അവൻ നിന്നില്ല. എനിക്കറിയാം എൻ്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്. ഈ ഒരാഴ്ച ഞാൻ എങ്ങനെ കടന്നു പോയെന്ന് എനിക്ക് മാത്രം അറിയൂ. എനിക്ക് അവനെ വേണം ഈശ. അവൻ എൻ്റെ മാത്രം. ആദ്യ ഇഷ്ടമാണടി, എനിക്ക് ഒരുപാട് ഇഷ്ടം. കരയാതടാ, നിനക്കുള്ളത് തന്നെ. നീ ഒന്ന് സമാധാനിക്ക്. മോനെ ഗോവിന്ദ്, ഞാനൊന്ന് മെഡിസിൻ മേടിച്ചിട്ട് വരാം. റാം ആദ്യം ഡ്രസ്സൊക്കെ എടുക്കാൻ വീട്ടിൽ പോയേക്കുവാ. അതുവരെ നിനക്കൊന്ന് ഇവിടെ നിൽക്കാവോ? അതിനെന്താ ആന്റി, പോയിട്ട് വാ. എങ്ങനെയുണ്ട്? പിന്നെ വല്ലവന്റെ അടിയും കൊണ്ട് ഇങ്ങനെ കിടക്കാൻ ഭയങ്കര സുഖമാ. ചോദിച്ച് മേടിച്ചല്ലേ? അല്ലെങ്കിൽ തന്നെ നിനക്ക് 2 അടിയുടെ കുറവുണ്ടായിരുന്നു. അത് ഇതിലങ്ങ് ബാലൻസ് ആയി പോയെന്ന് വിചാരിച്ചാലിയടാ. ഡോത്തണ്ടി. ഓ എന്റെ പൊന്നാദി, നീ ആദ്യം ഒന്ന് മര്യാദക്ക് നിക്ക്, എന്നിട്ട് എന്നെ തിന്നാൻ വാ. ഡാ ആദി, ഞാൻ പുറത്തേക്കാം. കോവി, സോറിടാ. ഡേ അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല കേട്ടോ. സത്യത്തിൽ എന്തിനാടാ നമ്മളിങ്ങനെ നടന്ന് വഴക്കുണ്ടാക്കുന്നേ? കഴപ്പ് ആർക്ക്? രണ്ടിനും. അല്ലെങ്കിൽ തന്നെ നിന്റെ കൂടെ ഒരു ദിവസം അടി ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരൂലടാ ആദി. ഒരുമാതിരി ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്ന മാതിരിയാ. കഞ്ഞിക്ക് ഉപ്പുണ്ടാക്കാനാടാ രണ്ടും കൂടി കോളേജ് വന്ന് അടിയുണ്ടാക്കി പ്രിൻസിപ്പാളിന്റെ വായിരിക്കുന്നേക്കുന്നേ? ഇതൊക്കെ അല്ലേ ആന്റി ഒരു രസം. പണ്ടോട്ടെ കാണാൻ തുടങ്ങിയതല്ലേ, സ്നേഹം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ. രണ്ടും 2 ഡിപ്പാർട്ട്മെന്റ് ആയിപ്പോയി. അതിൻ്റെതായ ചെറിയ വഴക്കുകളും അടികളും, അത്രേ ഉള്ളൂ. ഓ മര്യാദക്ക് നടക്കിനിയെങ്കിലും. ഒന്നിന് കിട്ടിയത് കണ്ടില്ലേ, ഇനി അടുത്തത് നീ ആയിരിക്കും. അവനെ ആരെങ്കിലും തൊടണമെങ്കിൽ ആദ്യം എന്നെ കടത്തണം. മോയിപ്പ കിടക്കയല്ലേ, ആദ്യം എണീക്ക്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ആരെ കിടത്തുന്ന കാര്യം ആന്റി പറയുന്നേ?
എടാ അർജുനും ടീമും ഇല്ലേ നിന്നെ പണിയാനായിട്ട് നടക്കുവാണെന്ന്. ഇവന്റെ പാലല്ലേ, സൂക്ഷിച്ചോ. ആദി ആന്റി, എനിക്ക് എന്തെങ്കിലും പറ്റിയ ആന്റി എന്നെ മമ്മിയോട് പറയണം. റാമുവിന് മമ്മിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഓ, ഇപ്പോഴല്ലേ മനസ്സിലായത് എന്റെ മോൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്. എന്താ ആന്റി, എനിക്ക് മനസ്സിലായില്ല. അതാ പറഞ്ഞേ, പൊട്ടൻ, മരപ്പൊട്ടൻ. ഡാ, ഇന്നത്തേക്കായില്ലേ, ഇനി നാളെ നാളെ. എടി, നീ അറിഞ്ഞാ? എന്തറിഞ്ഞാന്ന്? നമ്മുടെ കോളേജിലെ കീരിയും പാമ്പും ഒന്നിച്ചു. പോടി, ചുമ്മാ ഓരോന്ന് പറയാതെ. ഈ സത്യം. നാടകിളക്കി ചരിത്രം കൂടാരമിളക്കി നിമിണ്ടാണ്ട് അതിലെ താണ്ട് പിടിച്ചിളക്കാണ്ട് പേടിച്ചിരിക്കാണ്ട് പഠിച്ചിരിക്കാണ്ട് പടി പഠിച്ചാണ്ട് പടി പടി പഠിക്കാണ്ട് വെടക്ക് ചെക്ക തടുക്ക നോക്ക് അടക്കി വെക്കേണ്ട ചെലച്ച നാക്ക് തവിട്ട് നിറത്തിലരിക്കു നോക്ക് കൊഴുത്ത ദേഹം ഒതുക്കി വെക്ക് ചെലച്ച് നിരച്ച കടപ്പുറത്ത് പഠിച്ച ഭാഗം ഭയത്തിലാക്ക് പെടാ പെടക്കണ പരാജയൂക്ക് പിരാന്തിനിരിപ്പിന്റെ പരാഗികെ. ഇഷ, എനിക്കിന്ന് എന്തായാലും ആദ്യയോട് സംസാരിക്കണം. ഞാനത് പറയാൻ വരുമായിരുന്നു. നീ ചെല്ല്, പോയി സംസാരിക്ക്. അതിഥി, ധൈര്യമായിട്ട് ചെല്ലടി. ആദി ചേട്ടാ, ഇപ്പൊ ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ട്? ഞാൻ ഒരുപാട് പേടിച്ചു പോയായിരുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? ആടോ, ഓക്കെ ആണ്. ഉറപ്പല്ലേ? ആ, പിന്നെ ആദി ചേട്ടാ, ആദി, എനിക്ക് ആദ്യയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പൊ പറ്റില്ല. അതെന്താ? നിനക്കെന്നാ കണ്ണില്ലേ? ഞാൻ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ പറ്റില്ല. അത് നീയല്ല തീരുമാനിക്കുന്നേ. ആദ്യ ചേട്ടന്റെ തീരുമാനം അത് തന്നെ. അതിന് ആദ്യ ചേട്ടന്റെ തീരുമാനം ഇപ്പൊ ആരും നോക്കുന്നില്ല. ആദി, ഇങ്ങോട്ട് വന്നേ. പറ്റില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? പോടി. എന്താ? മാറിപ്പോടി. കയ്യിന്ന് വിടാദ്യാ, കയ്യിന്ന് വിടാൻ. ആദി, എന്താ നിനക്ക് പറയാനുള്ളത്? ഇപ്പോ പറ. ഐ ആം റിയലി സോറി ആദി. എന്നെ നീ ഇങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നിനക്ക് എന്തിനാ ഇത്ര വിഷമം? ഞാൻ നിന്റെ പിറകെ വരാത്തതല്ലേ നിനക്കിഷ്ടം? അങ്ങനെ അല്ല ആദി, അതൊക്കെ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. നീ നിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ അതൊക്കെ കേട്ട എന്റെ അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ചോ? ആദി, സോറിടാ. സോറി ആദ്യ, എനിക്ക് പോണം. ഇല്ല, ഞാൻ വിടില്ല. എന്നോട് പഴയ പോലെ സംസാരിക്കാതെ. എന്തിനു സംസാരിക്കണം? Because I love you. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടാ. ആയിഷയുടെ ശേഷം ഞാൻ മനസ്സമാധാനത്തോടൊന്നും ഉറങ്ങിയിട്ടില്ല ആദി. ടു ബി ഓണസ്റ്റ്, എനിക്ക് അന്നും നിന്നെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അതിനേക്കാളേറെ. ആദി, ഓക്കെ, ഐ ആം സോറി. ആദ്യ, ആദി, എന്റെ പൊന്നേ, സോറി. നിന്റെ ഈ ഉള്ളിലുള്ള ഈഗോയൊക്കെ മാറി എന്നോടുള്ള ഇഷ്ടം നീ ഓപ്പണായിട്ട് പറയുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എനിക്കറിയാം നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അന്ന് നീ പറഞ്ഞതൊക്കെ എനിക്ക് വല്ലാണ്ട് ഹേർട്ടായി. പക്ഷെ പിന്നീട് നടന്ന അവോയ്ഡിംഗ് ഒക്കെ ചേട്ടന്റെ ചാടല്ലായിരുന്നോ? ആ, പോടാ. ഐ ലവ് യു ആദ്യ. ലവ് യു മോർ ദാൻ എനിത്തിങ്. Love you too, ആദി. അയ്യോ, കോളേജാണേ ഒരു മയത്തിനൊക്കെ. ഒന്ന് പോടാ, ഇന്ന് നടക്കും നാളെ നടക്കുമെന്നും പറഞ്ഞിരുന്ന കാര്യങ്ങളാ ഇതൊക്കെ. ആദ്യ, എന്നോട് ദേഷ്യാണോ? എന്തിന്? ഞാൻ അതൊക്കെ അപ്പോഴേ വിട്ടു. അപ്പൊ എന്നോടോ? അയ്യോ, എനിക്ക് ആരോടും ദേഷ്യമില്ല. പാവോടാ ആദി, നമ്മുടെ കൂടെ നടന്നിട്ട് ഇവർക്ക് മാത്രം പെണ്ണ് കിട്ടിയില്ലല്ലോ. എന്താടാ വല്ലാത്തൊരു ചിരി. അല്ല, നിങ്ങളോട് ആര് പറഞ്ഞു ഞങ്ങൾക്ക് പെണ്ണ് കിട്ടിയില്ല എന്നുവെച്ചാ?
ഞാനാ? ഞാൻ ട്രൈ ചെയ്തടാ. എന്റെ ട്രൈ കണ്ട അവള് വീണ്. ഇത്രയും നാള് കൂടെ നടന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോടാ സാമദ്രോഹി നീ. എന്തോളിയാ, ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ട് നമ്മളെ രണ്ടുപേരും ഒന്നിക്കാൻ പറ്റാത്ത ഇണക്കുരുവികളായിരുന്നു അതില്. ഇപ്പൊ എന്റെ കൈ കിട്ടിയപ്പോ കളയാനും തോന്നിയില്ല. അപ്പൊ ആര്യ എങ്ങനാ, പോവല്ലേ? പിന്നല്ല. നീ അധരങ്ങൾ ചേരും നേരം മായിക ലോകം പുൽകു